അങ്ങനെ ടിപ്പു സുൽത്താനും അതിന്റെ പരിവാരങ്ങളും ഇങ്ങനെ ആദ്യം ഉഷാറായിട്ട് ജിഫ്രി തങ്ങളടുത്തേക്ക് വന്നു. ആരാണ് ടിപ്പു സുൽത്താൻ തിരിയാത്ത രൂപത്തിൽ ആഡംബരത്തോടു കൂടിയാണ് ആദ്യം വരുന്നവർ കയറി. ജിഫ്രി തങ്ങൾക്ക് ഒരു കുലുക്കുമില്ല. അങ്ങനെ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാ വേഷത്തിലാണ് ടിപ്പു സുൽത്താൻ ഏറ്റവും ബാക്കിൽ വരുന്നത്. അങ്ങനെ ടിപ്പു സുൽത്താൻ കയറി വന്നപ്പോൾ മഹാനവർകൾ എണീറ്റു. എന്നിട്ട് ടിപ്പു സുൽത്താൻ മാന്യമായി സ്വീകരിച്ചു. അങ്ങനെ ടിപ്പു സുൽത്താൻ വലിയ സന്തോഷമായി. അങ്ങനെ അവിടുത്തെ സ്വീകരിച്ചു ടിപ്പു സുൽത്താന്റെ ഷെയ്ഖായിട്ട് ജിഫ്രി തങ്ങളെ. എന്നിട്ട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, ഈ കോഴിക്കോട്ടുകാർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളത്തിനൊരു കുളം വേണം. അങ്ങനെയാണ് ടിപ്പു സുൽത്താൻ കോഴിക്കോട് മാനാഞ്ചിറ കുളം നിർമ്മിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും പ്രസിദ്ധമാണല്ലോ കോഴിക്കോട് മാനാഞ്ചിറ ടൗണിന്റെ ഹൃദയഭാഗത്തിനുള്ള മാനാഞ്ചിറ കുളം. മഹാനായ ജിഫ്രി തങ്ങളുടെ ആവശ്യാർത്ഥം ടിപ്പു സുൽത്താൻ നിർമ്മിച്ചു കൊടുത്തതാണ്. മഹാനവറുകളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് ഈ മാസത്തിൽ. അതപ്പോ ഞാൻ പറഞ്ഞു വരുന്നു. മമ്പർന്നങ്ങൾ അമ്മാവനാണ്. പടച്ചറബ് അവരൊക്കെ കുരുത്തും പൊരുത്തും നമുക്ക് അല്ലാഹു നൽകട്ടെ. അവിടുന്ന് ഇരുന്ന് ഇബാദത്ത് ചെയ്തിരുന്ന ഒരു ബെഞ്ച് ഇന്നും അത് കാണാം. ഇബാദത്തിന് ഉറക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് തായ് ഭാഗത്ത് തീ കത്തിച്ചു വെച്ചിരുന്നു ബെഞ്ചിന്റെ. എന്നോട് നേരെ ജാഫർ അവരെ പേരക്കുട്ടി പറഞ്ഞതാണ്, തീ കത്തിച്ചിരിക്കുമ്പോ എന്താവും, ചെറിയൊരു ചൂട് ഇങ്ങനെ തട്ടുമ്പോ ഉറക്കാണ് പോവുമല്ലോ. അങ്ങനെ തീ കത്തിച്ച് വെച്ച് ആ ബെഞ്ചും ഇരുന്നിട്ടായിരുന്നു മഹാനവറുകൾ ഇബാദത്ത് ചെയ്തിരുന്നത്. എന്നിട്ട് ആ തീ തട്ടിയിട്ട് കരിഞ്ഞ ആ ബെഞ്ച് ഇന്നും അവിടെ കാണാം.